ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കീഫ ഹാലക്കും? എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ പേന തേച്ചിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണു. ഇന്ന് മാം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഗ്രാമർ പോർഷൻ പരിചയപ്പെടുത്തി തരാനാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുറൂഫുൽ ജർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹുറൂഫുൽ ജറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ എന്നിൽ പല കുഞ്ഞുങ്ങൾക്കും പല ഡൗട്ട്സും ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹുറൂഫുൽ ജർ. അത് ഏതൊക്കെയാണ് ഹുറൂഫുൽ ജർ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ വരുന്നത്, ഒന്നും അറിയില്ല അല്ലേ? അപ്പോൾ ഈ എക്സാം ആയി ആ സ്ഥിതിക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഒന്ന് പഠിച്ചിട്ട് സ്കൂളിലേക്ക് പോകണം, എക്സാമിനേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഇന്ന് മാം വന്നിട്ടുള്ളത് ഈ ഒരു ഹുറൂഫുൽ ജറിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ അടുത്ത ഇയർ 6ാം ക്ലാസ്സിലാണ്, വലിയ കുട്ടികളാവുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കുഞ്ഞു കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. പക്ഷേ 6ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മൾ കുറച്ചും കൂടെ വലിയ കുട്ടികളാവും അല്ലേ? അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ള ഒരു കണ്ടന്റും കൂടിയാണിത് കേട്ടോ. അപ്പോൾ ഹുറൂഫുൽ ജർ എന്താണ്? ഹുറൂഫുൽ ജർ അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവരും നന്നായിട്ട് ഒരു നോട്ട്ബുക്കും ഒരു പേനയൊക്കെ എടുത്ത് മാമിൻ്റെ കൂടെ അങ്ങോട്ട് ഇരിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിത് പഠിച്ചിട്ടേ ഇന്ന് പോകണുള്ളൂ. മനസ്സിലായോ? യെസ്. അപ്പോൾ മക്കളെ, ഹുറൂഫുൽ ജർ എന്ന് പറഞ്ഞാൽ മാം അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ? ഏതൊക്കെയാണ്? ഫി എന്ന് പറയുന്നത് ഹുറൂഫുൽ ജറാണ്. ജറ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം അത് പറയട്ടെ. എന്താ മക്കളെ ജറ് എന്ന് പറഞ്ഞാൽ? ജറ് എന്ന് പറഞ്ഞാൽ കെസർ എന്നാണ് മീനിങ്. ഓക്കെ, ജറ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെസർ. എന്താ കെസർ? അല്ലേ? കെസർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലെറ്ററിൻ്റെ മേലെ ഫത്തഹ ഇടും, കെസർ ഇടും, വമ്മിടും, സുക്കൂനിടും അല്ലേ? ഇതൊക്കെ ഇടും അല്ലേ? അപ്പോൾ ഫത്തഹ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ലെറ്ററിൻ്റെ മേലെ ഒരു ഇപ്പോൾ റോ ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ ഫത്തഹ, ഇതിനെ നമ്മൾ ഫത്തഹ എന്ന് പറയും. മേലെ ഒരു വര വരയ്ക്കുന്നതിന് ഫത്തഹ എന്ന് പറയും. കെസർ എന്ന് പറഞ്ഞാൽ താഴെ വരയ്ക്കുന്നതിന് പറയും. വമ്മ് എന്ന് പറഞ്ഞാൽ മേലെ ഇങ്ങനെ പുഴു പോലെ ചുരുണ്ടിരിക്കുന്ന സംഭവം കൊടുക്കുന്നതിന് ലൊമ്മ് എന്ന് പറയും. ഇനി സുക്കൂന് എന്ന് പറഞ്ഞാലോ ഇങ്ങനെ വരയ്ക്കുന്നതിന് സുക്കൂൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കെസറിനെ കുറിച്ചാണ്. അതല്ലെങ്കിൽ കെസർ അല്ലെങ്കിൽ ജറ് എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ കെസറിനെ കുറിച്ച് അല്ലെങ്കിൽ ജറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് കെസർ കൊടുക്കേണ്ട അല്ലെങ്കിൽ ജറ് കൊടുക്കേണ്ട സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? അതായത് ഒരു ഇസ്മിൻ്റെ മുൻപിൽ, ഒരു പേരിൻ്റെ മുൻപിൽ, അതല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ മുൻപിൽ നമ്മൾ ഈ ഒരു ഹുറൂഫുൽ ജറ് ഏതെങ്കിലും വന്നാൽ, ഇപ്പോൾ ഫിയോ അല്ലെങ്കിൽ മിന്നോ അല്ലെങ്കിൽ അലയോ അല്ലെങ്കിൽ അന്നോ അല്ലെങ്കിൽ ബിയോ അല്ലെങ്കിൽ ലിയോ അല്ലെങ്കിൽ ഇലയോ ഏതെങ്കിലും വന്നാൽ നമ്മൾ ആ ഇസ്മിന് എന്ത് കൊടുക്കണം? കെസർ കൊടുക്കണം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷജറത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? മരം അല്ലേ? ഷജറത്ത് എന്ന് പറഞ്ഞാൽ മരം. മരത്തിൻ്റെ മേലെ എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയാ? മരത്തിന്മേൽ എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയും? അല ഷജറത്തി അല്ലേ? അപ്പോൾ അലക്ക് ശേഷം എന്താ? ഹുറൂഫുൽ ജറാണ്. അലക്ക് ശേഷം ഷജറത്തി എന്നാണ് വരിക. അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ജറ്. ഓക്കെ, അലക്ക് ശേഷം വരുന്ന ഇസ്മ്, അതായത് ഷജറത്ത്. ഷജറത്തിന് നമ്മൾ ഷജറത്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഷജറത്ത എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഷജറത്തി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ? അവിടെ അതിൻ്റെ തൊട്ട് മുൻപിൽ അല എന്നുള്ള വേർഡ് വന്നതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അലയോ മിന്നോ ഫിയോ ഇലയോ ബിയോ ലിയോ അന്നോ ഇവിടെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും വേർഡ്സ് ഏതെങ്കിലും ഒരു ഇസ്മിൻ്റെ മുൻപിൽ വന്നാൽ ആ ഇസ്മിനെ നമ്മൾ കെസർ കൊടുക്കണം. ക്ലിയർ ആണോ? ഇനി ഇതിൻ്റെ മീനിങ്ങും കൂടെ നമ്മൾ പഠിക്കണം. കാരണം എക്സാമിന് നിങ്ങളോട് ചോദിക്കുക എങ്ങനെയാണെന്നറിയോ? ഡേഷ് അത്വാവിലെത്തി അല്ലെങ്കിൽ ഡേഷ് മദ്രസത്തി, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചോദിക്കുക. മനസ്സിലായോ? അപ്പം എങ്ങനെയാണ് ഇവിടെ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ മീനിങ് ഇന്നാണ്. ഇംഗ്ലീഷിൽ ഇന്ന് പറയും, മലയാളത്തിൽ ഇൽ എന്ന് പറയും. വീട്ടിൽ, ബസ്സിൽ, സ്കൂളിൽ എന്ന് പറയൂലേ, അതിനാണ് നമ്മൾ ഫി എന്ന് ഉപയോഗിക്കുക. മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെൻ, ഫ്രം അല്ലേ? ഫ്രം, മിനൽ ബൈറ്റ്സ്, ഫ്രം ഹോം അല്ലേ? അതായത് നിന്ന് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? മിൻ എന്ന് ഉപയോഗിക്കുക, നിന്ന്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് എന്നിവിടെ എഴുതി തരാം കേട്ടോ. മാം കാണുന്നുണ്ടോ മക്കളെ? നിന്ന്, എന്താണ്? നിന്ന്. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് വന്നിട്ട് എന്താണ്?
അല, അല എന്ന് പറഞ്ഞാൽ ഓൺ എന്നാണ്. ഓൺ, മേലെ, മേലെ അല്ലേ? അതായത് മേൽ എന്ന്, വീടിൻ്റെ മേൽ, മരത്തിൻ്റെ മേൽ എന്നൊക്കെ പറയൂലേ, ആ മേൽ എന്ന് ഉപയോഗിക്കാനാണ് നമ്മൾ അല ഉപയോഗിക്കുക കേട്ടോ. എന്ന് പറഞ്ഞാൽ എബൌട്ട്, കുറിച്ച് അല്ലേ? അതായത് ഫ്രം എന്നും പറയും, എബൌട്ട് എന്ന് പറയും. കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുക എബൌട്ട് എന്ന് പറയാനാണ്. അതായത് അനിർ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അതായത് റസൂലിനെ കുറിച്ച് അല്ലേ? അപ്പോൾ അൻ എന്നുള്ളതിന് ശേഷം വരുന്ന ഇസ്മിന് നമ്മൾ എന്ത് കൊടുക്കണം? കെസർ കൊടുക്കണം. അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നാണ് മീനിങ്. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണേ മക്കളെ. അടുത്തത് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി, ബൈ എന്നുള്ള മീനിങ്. അതായത് എന്താ പറയുക, കൊണ്ട് എന്നൊക്കെ പറയൂലേ, അങ്ങനെയുള്ള മീനിങ്. അടുത്തത് ലീ എന്ന് പറഞ്ഞാൽ ഫോർ, വേണ്ടി എന്നുള്ള മീനിങ്. അതായത് എനിക്ക് എന്താ പറയുക, പഠിക്കാൻ വേണ്ടി പോയി അല്ലേ, അങ്ങനെ പറയൂലേ. അപ്പോൾ ലീ എന്ന് പറഞ്ഞാൽ ഫോർ. ഓക്കെ, അതല്ലെങ്കിൽ എന്താണ്? അപ്പോൾ ആ രീതിയിൽ. ഇല എന്ന് പറഞ്ഞാൽ ടു എന്നാണ്. ഇലൽ മദ്രസത്തി അല്ലേ, ടു, അതായത് ലേക്ക് എന്നുള്ള മീനിങ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ വരുന്ന വേർഡ്സുകൾ, ഏതെങ്കിലും ഹർഫുകൾ ഏതെങ്കിലും ഇസ്മിൻ്റെ മുൻപിൽ വന്നാൽ നമ്മൾ ആ ഇസ്മിനെ എന്ത് ചെയ്യണം? കെസർ കൊടുക്കണം. മനസ്സിലായോ? ഇതൊന്നും കൂടെ പറഞ്ഞുതരും, എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. ഏതൊക്കെയാണ് വേർഡ്? ഇല, 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 അല, അൻ. നോക്കിയോ കേട്ടോ. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, അല എന്ന് പറഞ്ഞാൽ മേൽ, മരത്തിന്റെ, ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്, അല ഷജറത്തി. കണ്ടോ മാം, ഈ വാക്കിന് ശേഷം വരുന്ന വേർഡിനൊക്കെ കെസറാണ് കൊടുത്തത്. നോക്കിയേ, അല ഷജറത്തി, മരത്തിന്റെ മേൽ. അൻ റസൂലുല്ലാഹി, കണ്ടോ, റസൂലിനെ കുറിച്ച്. മിനൽ ബൈത്തി, വീട്ടിൽ നിന്നും അല്ലെ, മിനൽ ബൈത്തി, വീട്ടിൽ നിന്നും. ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ. കണ്ടോ, ഫിൽ ബുസ്താനി. ലി, ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ലി കൊണ്ട് അല്ലെങ്കിൽ വേണ്ടി. ബി കൊണ്ട്. ക എന്നുള്ളത്, ക പിന്നെ നിങ്ങൾ പഠിക്കണമെന്നില്ല. അപ്പം ഇത്രയും ഇത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പഠിക്കാൻ ആകെ ഒരു 3 എണ്ണേ ഉള്ളൂ അല്ലേ? പക്ഷെ നിങ്ങളിത് പഠിച്ചു വെച്ചിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. പിന്നെ തുല്ലാബി എന്നൊക്കെ പറയൂലേ, കെൽ, ആ രീതിയിൽ പറയാം. അപ്പോൾ എന്താ പറയുക, പോലെ എന്ന് പറയാൻ യൂസ് ചെയ്യുന്നതാണ് ക. ഓക്കെ, അപ്പോൾ എന്താണ്? കെൽ മുദരിസി, മുദരിസിനെ പോലെ. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലാണ് അത് ഉപയോഗിക്കുക കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പോർഷൻസ് ഇതാ 4 എണ്ണം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്തോരു ഈസിയാണ് അല്ലേ? മിൻ, ഫി, ഇല, അല, ഇത്രേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നോക്കിയേ, മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്ന് അല്ലേ? ഫി എന്ന് പറഞ്ഞാൽ ലേക്ക്, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, ഫി എന്ന് പറഞ്ഞാൽ വീട്ടിൽ, അല എന്ന് പറഞ്ഞാൽ മേൽ. എന്തൊരു സുഖ മക്കളെ. മാമിൻ്റെ കുട്ടികളോട് മാമിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് എഴുതിയെടുത്ത് അർത്ഥം വെച്ച് പഠിക്കണം. ഓക്കെ, എഴുതിയെടുത്ത് അർത്ഥം വെച്ച് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് മിസ്സായി പോകും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്, മിനൽ മദ്രസത്തി. കണ്ടോ, ഇനി കെസർ വന്നു. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. കണ്ടോ, ഇനി കെസർ വന്നു, ബൈത്തി. ബൈത്ത എന്നല്ല പറഞ്ഞത്, ബൈത്തു എന്നല്ല പറഞ്ഞത്, ബൈത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ അല്ലെ, ഫിൽ ബുസ്താനി. അല എന്ന് പറഞ്ഞാൽ എന്താ? മേൽ എന്നാണ്. അപ്പോൾ എങ്ങനെ എഴുതുക? അലൽ ഷജറത്തി, മരത്തിന്റെ മേലെ അല്ലേ? അപ്പോൾ മക്കളെ, ഈ വേർഡ്സുകൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇവിടെ നോക്കിയേ, അൽ മിസാൽ, എക്സാമ്പിൾ ആണ്. അല ഷജറത്തി. കണ്ടോ, ഇനെന്താ വന്നത്? കെസറാണ് വന്നത്. കണ്ടോ നിങ്ങളെ, അല വന്നത് കൊണ്ടാണ് ഇവിടെ കെസർ വന്നത്. അല ഷജറത്തി ഉശുൻ, മരത്തിന്റെ മേലെ എന്തുണ്ട്? ഒരു കിളിക്കൂടുണ്ട് അല്ലെ? അടുത്ത നോക്കിയേ, അസമക്കു ഡേഷ് അൽമായി. ഇവിടെ ഏതല്ലേ നമ്മൾ ആഡ് ചെയ്യുക മക്കളെ? അസമക്കു ഡേഷ് അൽമായി. എങ്ങനെ, ഏതാണ് അവിടെ ആഡ് ചെയ്യുക? നമ്മള് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഏതാണ് ആഡ് ചെയ്യുക? അസമക്കു ഡേഷ് അൽമായി. എങ്ങനെ ആഡ് ചെയ്യും? നമുക്കറിയാം ഏതാണ്? എന്നുള്ള മീനിങ് കിട്ടണം അല്ലേ? വെള്ളത്തിൽ മീനുണ്ട് എന്നാണ്. അപ്പൊ എന്ന് പറയാ ഏതിനാണ്? ഫീ ആണ് അല്ലേ? അപ്പോൾ അസമക്കു
ഫിൽ മാ ഇ. എങ്ങനെയാ പറയാ? അസ്സമക്കു ഫിൽ മാ ഇ. അപ്പോൾ മാ ഇ എന്ന് പറയുമ്പോൾ കണ്ടോ ഹംസക്ക് എന്താ കൊടുത്തത്? കെസറാണ് കൊടുത്തത്. കണ്ടോ? അസ്സമക്കു ഫിൽ മാ ഇ. ക്ലിയർ ആണോ? ഇനി അടുത്തത് അല ത്വാവിലത്ത് കിതാബുൻ. നോക്കിയേ, അല വന്നത് കൊണ്ട് ത്വാവിലത്തിന് കെസറ് വന്നു. കണ്ടോ? ത്വാവിലത്തു എന്നാണോ? അല്ല. ത്വാവിലത്താന്നാണോ? അല്ല. ത്വാവിലത്ത് എന്നാണോ? അതുമല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, അല വന്നത് കൊണ്ടാണ് ഇവിടെ ത്വാവിലത്തി എന്ന് വന്നത്. അടുത്തത് ഇലൽ മദ്രസത്തി തദ്ഹബു ത്വാലിബത്തു. പെൺകുട്ടി വിദ്യാർത്ഥിനി എന്ത് ചെയ്തു? പോയി. ഇലൽ മദ്രസത്തി. കണ്ടോ? മദ്രസത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മദ്രസത്താന്നാണോ? അല്ല. മദ്രസത്തു എന്നാണോ? അല്ല. ഇലൽ മദ്രസത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? നെക്സ്റ്റ് വന്നിട്ട് ഫിൽ ബുസ്താനി അസ്ഹാറുൻ. ഫിൽ ബുസ്താനി. ഫി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അതിനുശേഷം വന്നിട്ടുള്ളത് കണ്ടോ? കെസർ. ബുസ്താനു എന്നാണോ? അല്ല. ബുസ്താനി എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഫിൽ ബുസ്താനി അസ്ഹാറുൻ. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? യെസ്. ഇനി അടുത്തത് നെക്സ്റ്റ് നോക്കിയേ, യർജിഉൽ വാലിദു മിനൽ മസ്ജിദി. കണ്ടോ? യർജിഉൽ വാലിദു, ഉപ്പ മടങ്ങുന്നു. മിനൽ മസ്ജിദി, എവിടെ നിന്നാണ്? പള്ളിയിൽ നിന്ന്. കണ്ടോ? അപ്പൊ നിങ്ങൾ ഇതിന്റെ മീനിങ് പഠിക്കണം. കാരണം എന്താ വെച്ചാല് നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കുക എന്താ അറിയോ? യർജിഉൽ വാലിദി ഡേഷ് അൽ മസ്ജിദി. കണ്ടോ? ഡേഷ് അൽ മസ്ജിദി എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ അല എഴുതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇല എഴുതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഫീ എഴുതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഏത് തന്നെ എഴുതണം? മിനൽ എന്നുള്ളത് തന്നെ എഴുതണം. കാരണം മിനൽ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നാണ്. അതിന്റെ മീനിങ് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ യർജിഉൽ വാലിദു മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്നും എന്ത് ചെയ്യുന്നു? മടങ്ങുന്നു. ഓക്കെ. ഇനി ഇവിടെ നോക്കിയേ, അൽ കലമു അലൽ മക്തബി. അല്ലെ? അൽ കലമു, പേന എവിടെയാണ്? അലൽ മക്തബി. എവിടെയുള്ളത്? മക്തബിന്റെ മേലെയാണ് അല്ലേ? യെസ്. അപ്പോ നോക്കിയേ, അൽ കലമു എന്നുള്ളതിന് ശേഷം അല വന്നതുകൊണ്ടാണ് എന്ത് വന്നത്? മക്തബി എന്ന് വന്നത്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഹുറൂഫുൽ ജർറ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്. ഏതൊക്കെ വേർഡുകളാണ്? നമുക്ക് കുറെ ഹുറൂഫുൽ ജറുകൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഫി എന്ന് പറഞ്ഞാൽ എന്നാണ് മീനിങ്. അല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഫി. അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ് മീനിങ്. അല ഷജറത്തി. പിന്നെന്താണ്? അലൽ മക്തബി. പിന്നെന്താണ്? അല ത്വാവിലത്തി. ത്വാവിലത്തിന്റെ മേലെ അല്ലെ? അപ്പൊ അലൽ കുർസി എന്നൊക്കെ പറയും. എന്നാൽ ഇല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, പോവുകയാണ് അല്ലെ? ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്. ഇല സൂക്കി, അങ്ങാടിയിലേക്ക്. ഇലൽ മദീനത്തി, പട്ടണത്തിലേക്ക് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇല യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഇലക്ക് ശേഷം വരുന്ന വേർഡിന് നമ്മൾ എന്ത് കൊടുക്കണം? കെസറ് കൊടുക്കണം. അടുത്തത് എന്താണ്? പിന്നെ മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്ന് എന്നാണ് അല്ലെ? നിന്ന്. അതായത് മിനൽ മദ്രസത്തി, സ്കൂളിൽ നിന്ന്. മിനൽ മക്തബി, മക്തബിൽ നിന്ന്. മിനസൂഖി, അങ്ങാടിയിൽ നിന്ന്. അപ്പോൾ മിന എന്ന് വന്നതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കണം? കെസറ് കൊടുക്കണം. അടുത്തത് ലി എന്ന് വന്നാലും കെസറ് കൊടുക്കണം. കെ എന്ന് വന്നാലും കെസറ് കൊടുക്കണം. ബി എന്ന് വന്നാലും കെസറ് കൊടുക്കണം. ഇതൊന്നും ഇപ്പം നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് മാം ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. ഇനി അടുത്തത് ഏതാണ്? പ്ലസ് അൻ ഓൾസോ. അന്നും നിങ്ങൾക്കില്ല. ഫി. ഇനി ഫി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നുള്ള മീനിങ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂളിൽ അല്ലെ? സ്കൂളിൽ. മദ്രസ എന്താ പറയാ? വീട്ടിൽ. ഫിൽ ബൈത്തി അല്ലെ? അപ്പോൾ ഫി എന്ന് വന്നാലും അല എന്ന് വന്നാലും അതേപോലെ ഇല എന്ന് വന്നാലും മിൻ എന്ന് വന്നാലും ഇവക്ക് ശേഷമൊക്കെ നമ്മൾ ആദ്യം വരുന്ന ഇസ്മിനെ നമ്മൾ എന്ത് കൊടുക്കണം? ആ ഇസ്മിന് കെസറ് കൊടുക്കണം. നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ് കെസറ്. അപ്പോൾ മറന്നു പോവരുത്, മാറിപ്പോവരുത്. നല്ല മക്കളായിട്ട് ആലോചിച്ച് വെക്കുക. ഹുറൂഫുൽ ജർ എന്നാണ് ഇതിൻ്റെ മീനിങ്. അല്ല എന്താ പറയാ,
ഇതിന് നമ്മൾ പേര് പറയുന്നത് ഹുറൂഫുൽ ജർ എന്ന് പറഞ്ഞാൽ ജറ് കൊടുക്കുന്ന ഹർഫുകളാണ്, കെസറ് കൊടുക്കുന്ന ഹർഫുകളാണ്. ഫി, ഇല, മിൻ, അല. ഓക്കെ, ഏതൊക്കെയാണ്? ഫി, ഇല, മിൻ, അല. ഈ 4 ലെറ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ 4 ലെറ്ററിൻ്റെ ശേഷവും 4 ഹർഫിൻ്റെ ശേഷവും ഇസ്മ വന്നാൽ ആ ഇസ്മിന് നമ്മൾ അവസാനത്തെ ലെറ്ററിന് എന്ത് കൊടുക്കണം? കെസറ് നിർബന്ധമായിട്ടും കൊടുക്കണം, മറന്നു പോവരുത്. കാരണം കെസറ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മാർക്ക് പോവും. അതേപോലെ ഈ ഫി എന്ന് പറഞ്ഞാൽ ഇല്ലാണ്, അല എന്ന് പറഞ്ഞാൽ മേലാണ്, മിൻ എന്ന് പറഞ്ഞാൽ നിന്നാണ്, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ മീനിങ്ങും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. കാരണം ഇതും കൂടെ പഠിച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്മിൽ എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ എന്ത് വരിക? കമ്മിൽ അൽ ഫിറാഖ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ എന്താ പറയുക ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ആ സമയത്ത് ഫീ ആണോ, മിന്നാണോ, ഇലയാണോ, അലയാണോ അവിടെ ചേർക്കേണ്ടത് എന്നറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ മീനിങ് നമ്മൾ പഠിക്കണം. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റാണല്ലോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.